ഹായ് ഹോർ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൽ തുടക്കത്തിന് തന്നെ എൻ്റെ വിളി കാണാം. അത് നല്ല ഞാനൊക്കെ ഉറങ്ങിയിട്ട് അടിച്ചിട്ട് ചോറ് പയിച്ച് അങ്ങനെ ഞാനൊരു അപ്പം വീത്തിട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് പത്തെല്ലാം നോക്കിയിട്ട് അപ്പെല്ലാം തിന്നാവും ഇരുന്നിട്ട് നല്ല വെയിൽ ആകാശമെല്ലാം നോക്കിയല്ലോ അങ്ങനെ കാണാൻ ചേലി കാണുന്നല്ലേ. അങ്ങനെ അതിനെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ പറത്തിരുന്നിട്ട് ഞാൻ അപ്പെല്ലാം തിന്നിച്ച് നോക്കൊരുപടി സ്വബയ്ക്ക് തിന്നിന് ബയ്യൊക്കെ ഉറങ്ങിയിട്ടല്ലേ എണിച്ചല്ലേ, അത് തെള്ളല്ലേ, അത് തെളുപ്പല്ലേ, അങ്ങനെ നല്ലോണം പയിച്ച് വെക്കും. അതിനും തിന്നുകൊണ്ടാവും. അങ്ങനെ ഞാനും ഇരുന്നിട്ട് പറത്ത് നോക്കിക്കൊണ്ടും തിന്നിച്ചുകൊണ്ടും ഇരുന്ന്. അത് കഴിഞ്ഞ് അവിടെ മീള കഴിച്ചിട്ടെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് അവൾക്ക് പൗഡറെല്ലാം ഇട്ടുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവളെ പത്ത് ഇരുന്നിട്ട് കളിച്ച് പൗഡറെല്ലാം ഇട്ടിട്ട് ഡ്രസ്സ് ഇടിക്കുന്നില്ല, നല്ല ചൂടുണ്ട്, കെയാറുണ്ട്. അപ്പം എനിക്ക് ഡ്രസ്സ് ഇട്ടിട്ടെങ്കിൽ കെയാറ് വികൃതിയാണ്. അപ്പം ഞാൻ ഡ്രസ്സൊന്നും ഇടിക്കുന്നില്ല. അവളിങ്ങനെ ഫ്രീ ആയിട്ട് ഇളക്കുന്നു. ഞാൻ കുറച്ച് കളിക്കട്ടെ എന്നിട്ട് പിന്നെ അവൾക്ക് അവളെ തന്നെ എന്നിട്ട് അവളെ കളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടുപ്പിനോട് പണിയാക്കാൻ പോയി മാത്രം അരസം വരുന്നു ഇല്ലെങ്കിൽ അവളെ കളിപ്പിക്കാൻ ആളില്ലല്ലേ പിന്നെ ആരും. അങ്ങനെ ഞാൻ അവളെ കുറച്ച് നേരം കളിപ്പിച്ച് ഇത് ഗോബയ്ക്ക് പറഞ്ഞിട്ടിടാവും ഇപ്പോൾ എണിച്ചത് ഉച്ചയാകുമ്പോൾക്ക്. അങ്ങനെ ഫ്രഷപ്പെല്ലാം ആക്കിയിട്ട് ബാറ്റൊക്കെ എല്ലാം കൊടുത്തിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കളിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ആകുമ്പോൾ മീൻ്റെ കാക്ക വന്ന് എനക്ക് ഞാൻ മീനെടുത്ത് അയില അങ്ങനെ അതിനെ കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ ഇതാക്കണമെന്ന് കുറച്ച് ഇതാക്കിന് പൊള്ളിക്കണമെന്നു ചെല്ലെങ്കിൽ പറ്റിക്കുന്നത് ഞങ്ങൾ പറ്റിക്കുന്നതും ചെല്ലുന്നു, പിന്നെ പൊള്ളിക്കണമെന്നും ചെല്ലുന്നല്ലേ, നല്ലുണ്ടാകും മീൻ. അങ്ങനെ ഞാൻ അതിലെടുത്തിന് കൈസ് അതില മീനെടുത്തിന് അതിനെ പറ്റിക്കാന്ന് കീറിഞ്ഞുകൊണ്ടുണ്ട് ഞാൻ. പിന്നെ അതിൽ ഞാൻ പറ്റിക്കണം, പിന്നെ ചൗത്ത വെച്ചിന് അതിൻ്റെ ഒരു കറിയാക്കണം. അങ്ങനെ പൊടിയിട്ടിട്ടിട്ട് ചാറാക്കുന്നല്ല നല്ലതാണത്. അങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചിന്. കാരില്ലാതല്ല ഈട്ട് മുളക് ഇട്ടിട്ട് ആക്കണം, കിടാനി വേണമായിട്ട്. പിന്നെ അതില എടുത്തിന് ഞാൻ പറ്റിക്കണം അതിനിപ്പോൾ. അങ്ങനെ എന്നിട്ട് ഇനി നല്ലുണ്ട് മീൻ്റെ അയാൾ 50 ഉറുപ്പ്യൻ്റെത് എടുത്തത് ഞാൻ ഒന്നെന്തല്ല എടുത്തിന്. ഞാൻ 50 ഉറുപ്പ്യൻ്റെ അതിലെടുത്ത് കൈസ്. അങ്ങനെ അതിൽ ഇത്ര ഉണ്ട് എനക്ക്, ഇത്ര തന്നയാൾ 50 ഉറുപ്പ്യത്തിന്, അത് മതി. അപ്പോൾ എനക്ക് ഇത്ര എല്ലാം വേണമെന്നിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ചെല്ലെങ്കിൽ അങ്ങനെ ജനറൽ ഞാനും കിടവ് മാത്രമല്ലേ. അപ്പം ഇത്ര എല്ലാം വേണമെന്നിട്ടില്ല, ഒരു 2 ഒന്നും വേണമെന്നിട്ടില്ല, 1 മതിയാന്ന്. പിന്നെ ഞാനൊരു ജണ്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചേ. എന്നോട് താത്തിരുത്തിട്ട് കളിച്ചോണ്ടുണ്ട് അവിടെ ഇരുന്നിനി വന്നിട്ട് എൻ്റെ പയ്യൻ തന്നെ അത് വേണ്ട വേണ്ട നിൽക്കയിത്ത വാ നീ കളിയാ വാ കളിക്കിടോ കളി വേണ്ട കളിയാ വാ നിൽക്കയിത്തേ ഇരുന്നൊക്കെ ആവും നിൻ്റെ കളി തെച്ച് കളിയാ വാ. അങ്ങനെ മുളക് കല്ല് പോലെ ഉണ്ട് ഐസ് കൊടുക്കാൻ വെച്ചിന്. അത് ഇപ്പം റെഡി ആക്കണം, വെച്ചിട്ടെല്ലാം വെച്ചിന്. ഇവിടെ കാച്ചിട്ട് കൂട്ടണം, ലൈറ്റ് കിടാനും ആവണം, ഉണക്കും ആവണം, കിടാനും കൂട്ടാനാവണം, അങ്ങനത്തെ ടൈപ്പിലാക്കണം. ഇപ്പം ഇത് റെഡി ആക്കണം എന്ന് വിചാരിച്ചിന്. അങ്ങനെ പൊളിക്കണി കൊടുമ്പോൾ ഞാൻ ബായൻ്റെ കയ്യിൽ കിടാൻ്റെ പീസെടുത്ത് കിടാൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ ഭയങ്കര കളിയൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടുണ്ട് അതിനെ കുടിച്ചിട്ട്. എൻ്റെ കയ്യിൽ ബായൻ്റെ ഇല്ല, ഞാൻ അപ്പുറത്തെ പോരേൻ്റെ വരുന്ന മെയ്ക്കൊണ്ട് വന്നത്. ഇവിടെ ബായൻ്റെ തെയ്യില്ല കണക്ക്. അങ്ങനെ ഞാൻ നീർലിക്കായം വെച്ച് പൊള്ളിക്കാനായിട്ട് എനിക്ക് മസാല ആവണമല്ലേ. അപ്പോൾ നീർലിയെല്ലാം ഞാൻ ഫ്രൈ ആവാൻ വെച്ചിന് ഞാൻ. പിന്നെ കുറേ പണിയാക്കാൻ പോകുന്നില്ല, എല്ലാം അരച്ച് വെച്ചതെല്ലാം ഉണ്ട്. മുളക്, ഇഞ്ചി, വെള്ളുള്ളി, പിന്നെ കൊത്തമ്പാരി, പുളിയെല്ലാം ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് വെച്ചിന്. അതേ പേസ്റ്റ് ഉണ്ട്, അതന്നെ വീത്തുന്നു ഞാൻ നീർലി ടൊമാറ്റോല്ലോ. അങ്ങനെ എനിക്ക് ടപ്പട്ടപ്പാന്ന് പണിയാവണം, കുറേ യുദ്ധത്തിൽ ഞാൻ പണിയാക്കാൻ തയ്യാറില്ല. അതിലൊക്കെ ഞാൻ ബെമ്പി
ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആക്കിയിട്ട് ബിമ്മി ആക്കിക്കൊള്ളില്ല. എക്സ്ട്രാ ഒന്നും കൂട്ടുന്നില്ല എനിക്ക്. ഞാൻ അത്ര നേരത്തെ ഉള്ളിൽ കിടാവും എന്തോ അതിന് വിളി കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ സീത ഉള്ളിലേക്ക് പോയിട്ട് പുറത്ത് വരുമ്പോൾ കൂടെ നീറിൽ കത്തിട്ടേ അങ്ങനെ നീറിൽ കരിഞ്ഞിനി. നന്ന കരിഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒന്നൊന്ന് നീറിൽ അതിൽ കരിഞ്ഞിനി. അപ്പോൾ എന്താക്കി ഞാൻ പിന്നെ എന്തെടുക്കൊന്നുമില്ല. അതിൽക്കനെ ടൊമാറ്റോ ഇട്ട് പിന്നെ എൻ്റെ അടുത്തെങ്ങൊന്നും എന്നെ ഓപ്പസ് മുറിച്ചിട്ട് ഓപ്പസ് ഫ്രൈ ആക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാം കരിഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ അതിനെ ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ എല്ലാം ഇട്ടുകൊണ്ടുണ്ടു. അങ്ങനെ അണക്ക് ഓൾറെഡി അരച്ച് വെച്ചുമ്പോഴുള്ള വെള്ളം ഉണ്ടാകും. അങ്ങനെയൊക്കെ അണക്ക് സുളാഭായി. ഞാൻ റപ്പായിന് തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി കക്കാക്കിക്കൊണ്ട് റെഡി ആക്കിക്കൊണ്ട് ഞമ്മ പൊള്ളിക്കാനുള്ള മസാല റെഡി ആക്കിക്കൊണ്ടുണ്ട്. മസാല റെഡിയായി പിന്നെ ഞാനിവിടെ ഈ മീൻ ഫ്രൈ ആക്കും വെച്ച്. മീൻ ഫ്രൈ ആക്കുന്നില്ലെങ്കിൽ രണ്ടിനാക്കണമെന്ന് വിചാരിച്ച് പൊള്ളിക്കണമെന്ന് വിചാരിച്ച് കിടാൻ വേണമല്ലേ. ഒന്ന് ഞാൻ കിടാൻ വെച്ച് അവക്കൊന്ന് അതിനെ പൊള്ളിച്ചിട്ടാകുമ്പോൾ കാരായങ്കാന്ന് വിചാരിച്ച് ഒന്ന് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് തന്നെ ഒന്ന് വെച്ച് ഞാൻ അവക്ക് ഒന്നിനെ മാത്രം പൊള്ളിച്ച് കണക്ക് വെക്കാം. ഫ്രൈ ആക്കാൻ വെച്ചിട്ടാകുമ്പോൾ കിടാവ് വെച്ചിട്ട് വന്നിന് അവിടുന്ന് കളിക്കുമ്പോൾ ഇട്ടോടുന്ന് വന്നിട്ട് എൻ്റെ കാലിനെ പിടിച്ചിട്ട് വെച്ചിന്. എന്നെ പന്തും വിടുന്നില്ല, അപ്പുറം വന്ന് വിടുന്നില്ല ഇപ്പുറം വന്ന് വിടുന്നില്ല. അങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ നിന്നിട്ട് അങ്ങനെ പായൻ്റെ ഇല ഞാൻ പീസാക്കിയിട്ട് കതിയിട്ട് പാടം വെച്ച് ഞാൻ പാടിച്ചിട്ട് എടുക്കാൻ എന്നിട്ട് പൊളിക്കാനായിട്ട്. അങ്ങനെ ഇപ്പം ഞാൻ പായൻ്റെ എല്ലാം തന്നെ പ്ലേറ്റിൽ വെച്ചിട്ട് മീൻ വെച്ചിട്ട് മസാല എല്ലാം ഇട്ടുകൊണ്ടു അടിക്കിട്ട് മീത്തൊക്കെ ഇട്ടുകൊണ്ടുണ്ട്. ഇപ്പോൾ മിഡിലിൽ ഞാൻ മീൻ വെച്ച് അതിൻ്റെ കവറെല്ലാം ആക്കിയിട്ട് ഞാൻ പയ്യക്കും വെച്ച് ഫിഷ് ഫ്രൈ ആക്കി എടുത്തിൽ. ഇപ്പം നിങ്ങൾ കണ്ടുള്ളത് ഞാൻ മെനക്കിടാണ്ട് യുദ്ധം അവൾക്ക് ചോറ് വായി കൊടുക്കുന്ന യുദ്ധത്തിലുണ്ട് ഞങ്ങൾ രണ്ടാളും. പിന്നെ ഇടീ പാൻ്റെ എല്ലാം നല്ല കിളിട്ടിട്ട് വെച്ചിന്, ഇടീ ഗിർക്കിട്ട് വെച്ചിന്. എൻ്റെ പിന്നെ തൊപ്പത്രമുള്ളത് ഭയങ്കര പൂക്രിയായിനാവും. ഇപ്പം എല്ലാം കട്ടാക്കിയിട്ട് ഇട്ടേനെ. അവർക്കെല്ലാം ക്ലീൻ ആക്കിയിട്ടെല്ലാം ഞാൻ ഇളക്കിയ പോരാ. ഇപ്പം സതേ കണക്കാക്കി തരുന്ന നടക്കാവോ. എനിക്കിപ്പോൾ ഡെയിലി എൻ്റെ പണി. പിന്നെ പുറത്ത് കൊണ്ടുപോകാന്നല്ലെങ്കിൽ അതിലില്ല ബേക്ക് പോകാൻ. അതിലേക്ക് ഞാൻ ഉള്ളിൽ തന്നെ അതിലില്ല പായിട്ട് നിന്നിട്ട് ഉള്ളിൽ തന്നെ ഇളക്കി പാചകത്തിലൂടെ തന്നെ ഞാൻ പാഞ്ഞ് പാഞ്ഞ് ചോറ് കൊടുക്കാനിട്ട് പോള പയ്യെന്ന് ഞാൻ പാഞ്ഞ് പാഞ്ഞിട്ട് ചോറ് കൊടുക്കുന്നു. അടിയിലെ പോയി ഇന്നെ തിരിച്ചിട്ട് ബന്ധാക്കിയിട്ട് വെക്കുന്ന നമുക്ക് മീത്ത് തന്നെ പറഞ്ഞിട്ട് കൈകോതനെന്തോ അങ്ങനത്തെ ഇപ്പോൾ മീൻ പൊള്ളിച്ചത് റെഡിയായി. ഇപ്പം ഞാൻ അതിനെ തുറന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇങ്ങനെ അതിന് നോക്കി എനിക്കിഷ്ടമായി. നല്ല അതിന് നല്ല പുളിയെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് അതിന് എനിക്കിഷ്ടമായി. ഞാൻ ചോറ് വയ്ക്കാൻ പോന്നു. അങ്ങനെ ചോത്തന്നെ ഞാൻ മുതൽ തന്നെ ആക്കിയാൽ ഞങ്ങൾക്ക് കറിയാക്കാൻ നേരം കിട്ടിയിട്ടില്ല. കിടാവ് കേട്ടിട്ടില്ല. കാളിലെല്ലാം വന്ന് കൈനെല്ലാം തന്നെ പിടിച്ചുകൊണ്ടിട്ടുമ്പോൾ എനിക്ക് കറിയാക്കാനുള്ള ടൈം കിട്ടില്ല. ഞാൻ എന്താക്കി അതിനെ മുതൽ തന്നെ ആക്കി. അതിലേക്ക് കുറച്ച് മുളക് ഇട്ടിട്ട് അതിൻ്റെ തുമ്മിച്ചിട്ട് മുതൽ തന്നെ ആക്കി ഞാൻ. എന്നിട്ട് ഞാൻ ചോറ് വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും ക്ലീൻ ആക്കി ഉബയൊക്കെ എല്ലാം നിരക്കാക്കി എല്ലാവർക്കും ഒത്തരാക്കിയിട്ട് എടുത്ത് ഞാൻ. ഇത്ര തന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ചുറ്റത്തെ ചോറെല്ലാം കഴിഞ്ഞ് എനിക്ക് എടുക്കാൻ പോകുന്നു കുറച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി ഷെയറാക്കി സബ്സ്ക്രൈബാക്കി കമൻറ്റാക്കി. പിന്നെ ആരെല്ലാം ഇത്രത്തോളം സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല അവർ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി. അപ്പോൾ വീണ്ടും കാണാം. ബൈ.